ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ സ്റ്റാർട്ടേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നോർമലായിട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്ത ഡിവൈസസ് ആണ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിൽ ഒരു സ്റ്റാർട്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടല്ല, സ്റ്റാർട്ടിങ്ങിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, അതിന് പുറമെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഈ സ്റ്റാർട്ടേഴ്സ് കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട് മോട്ടോഴ്സിനെ. അപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുന്നതിലും നമ്മൾ റണ്ണ് ചെയ്യുന്നതിലും വർക്ക് ചെയ്യുന്നതിലും പുറമെ അതിനെ വേറെ അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സേവ് ചെയ്യാനും സ്റ്റാർട്ടേഴ്സിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടറിൻ്റെ അത്യാവശ്യകത എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ, അതായത് സ്റ്റാർട്ടിങ് കേസിൽ ഒരു മോട്ടോർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് ഡ്രോ ചെയ്യുന്നത് ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും. ഹൈ വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് വരുന്നത് നോർമലായിട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ 5-6 ഇരട്ടി മടങ്ങ് വരുന്ന, സാധാരണ നോർമലായിട്ട് വരുന്ന അല്ലെങ്കിൽ നോമിനലായിട്ട് വരുന്ന കറണ്ടിൻ്റെ 5-6 ഇരട്ടി കറണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ എക്സസീവായിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ DC മോട്ടോഴ്സിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ വൈൻഡിങ്ങിന് പ്രശ്നങ്ങളുണ്ടാവാം. കാരണം സ്റ്റേറ്റർ വെറും വൈൻഡിങ് മാത്രമാണ് വെക്കുന്നത്. റോട്ടറിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നില്ല, ആകെ സ്റ്റേറ്ററിൽ മാത്രമാണ് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്ററിൻ്റെ വൈൻഡിങ്ങുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൃത്യമായിട്ട് അവിടെ വരുന്നില്ല, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൃത്യമായിട്ട് വരില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിഫോൾട്ടോ അല്ലെങ്കിൽ ഡിഫോർമേഷനോ ഇറഗുലാരിറ്റിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ ഉണ്ടാവാനുള്ള പ്രശ്നം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസിൽ ഇവർ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വരുന്ന കറണ്ടിൻ്റെ 5-6-7 ഇരട്ടി കറണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വെച്ചാൽ, മോട്ടോർ കൂടുതലായിട്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള വേറെ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മളൊരു മോട്ടോർ മാത്രമായിരിക്കില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുള്ളൂ, അതിൻ്റെ ചുറ്റുമായിട്ട് ലൈറ്റ് ലോഡ്സ് ഉണ്ടായിരിക്കും. ലൈറ്റ് ലോഡ്സ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് കറണ്ട് ഉപയോഗിക്കുന്ന ലോഡ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ലൈറ്റ് ലോഡ്സിനുള്ള പ്രശ്നങ്ങൾ, അവരിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ കറണ്ട് ഡ്രോപ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാരണം ഒരേ ലൈനിലാണ് കണക്ട് ചെയ്തതെങ്കിൽ ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടിയാണ് സ്റ്റാർട്ടർ കണക്റ്റ് ആവുന്നത്. പിന്നെ ഇനീഷ്യൽ റഷ്, കറണ്ടിൽ വരുന്ന ആദ്യത്തെ റഷ് എന്ത് ചെയ്യും, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് മുഖ്യ സ്റ്റാർട്ടറുകളിലും കൺട്രോൾ ചെയ്യുന്നത് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കടന്നു വരുന്ന വോൾട്ടേജ് ക്രമേണ കുറച്ച് കൊണ്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന വൈൻഡിങ് ആദ്യം ചെറുതായിരിക്കും, അത് കൂട്ടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം ചെറിയ വോൾട്ടേജ് കൊടുക്കുക, പിന്നെ അത് കൂടുതലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലുള്ളൊരു മെത്തേഡാണ് സ്റ്റാർട്ടറുകളിൽ ഉപയോഗിക്കുന്നതായിട്ട് വരുന്നത്. പിന്നെ നോമിനൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് മാത്രം, അതായത് ആവുന്ന കേസിൽ മാത്രം, കൃത്യമായിട്ട് റൺ എന്നുള്ള സിറ്റുവേഷൻ ആവുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ടെർമിനൽ വോൾട്ടേജുകൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് നോർമൽ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. അതുവരെ ചെറിയ ചെറിയ വോൾട്ടേജ് ആയിരിക്കും നിലവിലുണ്ടാവുക. പിന്നെ ചെറിയ 3 HP പവറിലുള്ള ഇതിനൊക്കെ നോർമൽ വോൾട്ടേജ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഓവർലോഡ് കറണ്ടുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊടുക്കും. അങ്ങനത്തെയൊക്കെ പ്രവൃത്തികളാണ് ഒരു സ്റ്റാർട്ടർ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടോറുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ വരുന്നത് മാത്രമാണ്, അതായത് 1 HP പോലും, അല്ലെങ്കിൽ 1 HP 2 HP വരെ മാക്സിമം നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കാനെടുക്കുന്ന മോട്ടറിനൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതിലൊന്നും വലിയ സ്റ്റാർട്ടറുകളുടെ കാര്യമില്ല. ചെറിയ സ്റ്റാർട്ടറുകൾ തന്നെയാണ് മിക്കവാറും ഉപയോഗിക്കുക, കപ്പാസിറ്റർ സ്റ്റാർട്ടറുകളായിരിക്കും. അപ്പോൾ നമ്മളിപ്പോഴും പറഞ്ഞു വരുന്നത് വലിയ പവർ റേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സിന് മോട്ടറുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന വൈൻഡിങ്ങിൽ വരുന്ന കറണ്ടിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇനി
ഏതൊക്കെ തരം സ്റ്റാർട്ടേഴ്സാണ് നമ്മൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് തരം സ്റ്റാർട്ടേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, അതായത് DOL സ്റ്റാർട്ടർ, പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, അതുകൂടാണ്ട് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഈ മൂന്നെണ്ണമാണ് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനും വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് അവർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യുക, വേറെ കാര്യങ്ങൾ പുറത്തുനിന്ന് വരുന്ന മീൻസ് ഓവർലോഡ്, ഓവർ കറണ്ട് അങ്ങനത്തെ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബേസിക് ആയിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ അവരുടെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വർക്കിംഗ് മെത്തേഡും ഒക്കെ അല്ലെങ്കിൽ പാറ്റേണൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ട്, ഓരോന്നോരോന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് റെഡ്യൂസ്ഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് എല്ലാ സ്റ്റാർട്ടേഴ്സിലും വരുന്നത്. സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് ചെറിയ വോൾട്ടേജ് ആദ്യം കൊടുക്കുന്നു, അതിനുശേഷം വലിയ വോൾട്ടേജ് പതുക്കെ ക്രമേണ കൂട്ടി കൊണ്ടുവന്ന് നോമിനൽ വോൾട്ടേജ് എത്തിക്കുന്നു. ആ ഒരു രീതിയാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിലായാലും സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടറിലായാലും ഒക്കെ ഇതുപോലത്തെ രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്തിനാണ് സ്റ്റാർട്ടർ, എങ്ങനെയാണ് സ്റ്റാർട്ടർ സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടാണ് സ്റ്റാർട്ടർ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എത്രത്തോളം സ്റ്റാർട്ടിങ് കറണ്ട് വരുന്നുണ്ട് ആ ഒരു ഉപകരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഫുൾ ലോഡ് കറണ്ട് എത്രയാണ്, പിന്നെ വോൾട്ടേജിൻ്റെ റേറ്റിംഗ് എത്രയാണ് ആ മോട്ടോറിന് വരുന്നത്, പിന്നെ ലൈൻ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് എത്രയാണ്, എത്ര സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ വേണ്ടി വരും, ഏത് ടൈപ്പ് ലോഡുകളാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത്, പിന്നെ മോട്ടോറിൻ്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വ്യക്തി അതിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി കൂടെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസൊക്കെ നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസിനൊക്കെ ആപ്റ്റ് ആയിരിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും എപ്പോഴും ഒരു സ്റ്റാർട്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിട്ട് വരുന്നത്. ഇനി ഫസ്റ്റ് തന്നെ DOL സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. DOL സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്നാണ് ഇതിനെ പറയുന്നത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. DOL സ്റ്റാർട്ടർ കണക്ഷൻ രീതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്, നേരെ ലൈൻ സപ്ലൈയിൽ നിന്ന്, ഇപ്പോൾ ഒരു 3 ഫേസ് സപ്ലൈ ഉണ്ടായിരിക്കും, ആ സപ്ലൈയിൽ നിന്ന് DOL സ്റ്റാർട്ടറിലേക്ക് സപ്ലൈ എടുക്കുന്നു, അത് നേരെ ഡയറക്റ്റായിട്ട് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ R/B എന്നുള്ള പോയിൻറ്റിനനുസരിച്ച് കണക്ട് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഈ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ DOL സ്റ്റാർട്ടർ എന്താണ്, ഫുൾ ലൈൻ വോൾട്ടേജ് ആയിരിക്കും മോട്ടോർ ടെർമിനൽസിലേക്ക് നൽകി വിടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കണക്ഷൻ രീതികളൊന്നും ഒരിക്കലും മോട്ടോറിനെ ഹാം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല വരിക. പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഇതിൻ്റെ കൂടെ തന്നെ, ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, സർക്യൂട്ട് ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു DOL സ്റ്റാർട്ടറിൻ്റെ ഒരു ബോക്സും അതിൻ്റെ കൂടെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസിൻ്റെ ബോക്സും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അതായത് ഓവർലോഡ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ DOL സ്റ്റാർട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടീഷൻ മോണിറ്ററിങ് എന്നുള്ള ഒരു പാറ്റേണും കൂടെ അല്ലെങ്കിൽ ഒരു മെത്തേഡ് കൂടെ ഇതിൽ ചിലപ്പം ചെയ്യാറുണ്ട്. കണ്ടീഷൻ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ മോട്ടർ ഏതാണ്, ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ്, സുഖമാണോ അല്ലെങ്കിൽ നല്ല രീതിയിലാണോ എന്നുള്ള രീതിക്ക് അത് അന്വേഷിക്കുന്ന ഒരു സിസ്റ്റം കൂടെ അതിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഇത്രയേ ഉള്ളൂ. നോർമലി ഓപ്പൺ അല്ലെങ്കിൽ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് സ്റ്റാർട്ടറും സ്റ്റാർട്ടും ഓഫും, സ്റ്റാർട്ട് ആൻഡ് ഓഫ് എന്നുള്ള 2 പൊസിഷൻസ് ഈ സ്റ്റാർട്ടറിലുണ്ടായിരിക്കും. അപ്പോൾ സപ്ലൈ എടുത്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നോർമലായിട്ട് കണക്ട് ചെയ്യും. അതായത് 3 ഫേസ് ലൈൻ സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് ആ മെഷീനിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ ആ മെഷീനിലുള്ള ഡയറക്റ്റായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഓവർ കറണ്ട് വരുന്നുണ്ടെന്നെങ്കിൽ ആ പ്രൊട്ടക്ഷനൊക്കെ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെയ്യുന്നത് ഇത്രയാണ്, കണക്റ്റ് ഡയറക്റ്റ്ലി ടു ദി മോട്ടോറിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ സപ്ലൈ ലൈനിലേക്ക് കണക്ട് ചെയ്യും. ആ സമയത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറഷ് കറണ്ട് വരുന്നത് ഏകദേശം 5 മുതൽ 8 മടങ്ങ് വരെ ഫുൾ ലോഡ്
കറണ്ടിൻ്റെ 5 മുതൽ 8 വരെ കറണ്ട് വരുന്നുണ്ടാവും. പക്ഷേ ഇത് ഈ ലാർജ് കറണ്ട് ഡിക്രീസസ് എന്ത് ചെയ്യും, മോട്ടോർ സ്പീഡ് അപ്പ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിലുള്ള ലാർജ് കറണ്ടിൻ്റെ അളവ് ഡിക്രീസ് ആയിട്ട് വരും. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ ഒരു കേസ്, ഈ ഒരു കേസ് ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ വലിയ കറണ്ട് ഇൻറഷ് വേണ്ടി വരുന്ന സിറ്റുവേഷൻസിലാണ് ഈ ഒരു ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കറണ്ട് ആദ്യമേ തന്നെ വരിക എന്നുള്ളത് മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിട്ടുള്ള രീതിയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അത് നല്ല രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുക. എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ കറണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, പക്ഷേ ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എങ്ങനെയാണ്, കാരണം ഹൈ റഷ് കറണ്ടാണ് അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ ഡ്രോപ്പ് തന്നെയാണ് വരിക, ഡ്രോപ്പിൻ്റെ അളവ് കൂടുതൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കേസാണ് ഇതിന് ഏറ്റവും എന്തായിട്ട് വരുന്നത്, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് ഇൻഡക്ഷൻ മോട്ടോറിനെ 3 ഫേസ് ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ത്രൂ എ സ്റ്റാർട്ടറിന് 2 പുഷ് സ്വിച്ചുകളാണ് ഉണ്ടാവുക. സ്റ്റാർട്ട് ആൻഡ് റൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്നുള്ളത്. സ്റ്റാർട്ട് നിൽക്കി കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് 3 ഫേസ് സപ്ലൈ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് വരും. ആ ഇൻഡക്ഷൻ മോട്ടോറിന് അപ്പോൾ അതിനനുസരിച്ച് ആദ്യം റഷ് കറണ്ടായിരിക്കും വരിക. അത് എന്താണ് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് എപ്പോഴും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ DOL സ്റ്റാർട്ടേഴ്സ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാനുള്ള ചാൻസ്. ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ സ്മോൾ മോട്ടോഴ്സിന് മാത്രമാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പക്ഷേ വോൾട്ടേജ് ഡ്രോപ്പ് സർക്യൂട്ടിൽ വരാനായിട്ട് ഈ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്.